MGRന്റെ ഫാൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു വാ വാത്യാർ. പൊങ്കൽ റിലീസായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്ന സിനിമയാണ് വാ വാത്യാർ. ഇതിനു മുമ്പ് വരെ ശരിക്കും പറഞ്ഞാൽ ജനനായകൻ ആൻഡ് പരാശക്തി ഇത് രണ്ടും മാത്രമേ സ്ക്രീനിലുണ്ടായിരുന്നുള്ളൂ. ഇതൊരു സഡൻ റിലീസായിട്ടാണ് എനിക്ക് തോന്നിയൊരു കാര്യം. എനിവേ എന്താണെങ്കിലും സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമ കാണാൻ ഞാൻ തീരുമാനിച്ച കാര്യം നളൻ കുമാരസ്വാമി ആൻഡ് കാർത്തിക്. ഇപ്പോൾ സൂതുകാവും കാതലും കടന്നു പോകും കണ്ടിട്ടുള്ളവർക്ക് അറിയാം പുള്ളിയുടെ ഒരു മേക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണെന്ന്. അതൊരു നമുക്കൊരു എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നൊരു പടങ്ങളാണ്. സോ കാർത്തിക് കൂടെ പുള്ളിയുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്നൊരു ഫീൽ അങ്ങനെ ആയിരിക്കും, ഭയങ്കര രസമായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ തരുന്ന ഒരു ഫീലും അങ്ങനെ തന്നെയായിരുന്നു. സിനിമയുടെ ഒരു സ്നേക്ക് പിക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് മൂവി ബ്ലഫിൽ. കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും സിനിമയുടെ ഒരു എലമെൻറ്റ് എന്താണെന്നുള്ളത്. അതിനകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതായത് MGR ഫാനായിട്ടുള്ളൊരു വ്യക്തിക്ക് MGR മരിക്കുന്ന അതേ ദിവസം തന്നെ തൻ്റെ ചെറുമകനിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു പുനർജനനം എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പിന്നെ കുട്ടിയെ ആ ഒരു രീതിയിലേക്ക് വളർത്തുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളും സംഭവ വികാസങ്ങളും ഒക്കെയാണ് സിനിമയുടെ കോർ എലമെന്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സിനിമയിൽ തോന്നിയ പോസിറ്റീവ്സ് പറയണോ നെഗറ്റീവ്സ് പറയണോ? നമുക്ക് ആദ്യം പോസിറ്റീവ്സ് പറയാം. പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ കാർത്തിക് ഈ സിനിമയെ പിടിച്ചു നിർത്തുന്നത് കാർത്തികാണ്. കാർത്തിയുടെ കുറേ പരിപാടികളുണ്ട്. അതായത് ഇപ്പോൾ ഓൾ ഇൻ ഓൾ അളകരാജ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിരിത്തൈ, അതിനകത്ത് റോക്കറ്റ് രാജ എന്ന് പറയുന്നൊരു ക്യാരക്ടർ, ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് കാർത്തിക് ഒരു സ്പെഷ്യൽ ഒരു ഓറയുണ്ട്. ചിരിച്ചുകൊണ്ട് അയാളുടെ ഫേസിൽ ഉണ്ടാകുന്ന കുറേ എക്സ്പ്രഷൻസും അയാളുടെ കുറേ മാനേഴ്സുകളും ഒക്കെ നമുക്ക് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. പുള്ളി അത് ചെയ്യുന്നത് കാണുന്നതൊക്കെ നമുക്ക് എനിക്ക് സഗുനി ഇങ്ങനെയൊക്കെയുള്ള സിനിമയിൽ പുള്ളി കാണിക്കുന്ന കുറേ പരിപാടികളല്ല, ഭയങ്കര രസം പിടിച്ചൊരു പരിപാടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടിരിക്കാൻ. സോ ഈ സിനിമയിൽ ഇങ്ങനെയൊക്കെയുള്ള, അതായത് പ്രത്യേകിച്ചും ഈ ഇങ്ങനെയുള്ള ചിരിച്ചുകൊണ്ട് കാണിക്കുന്ന കുറേ ഞുണുക്ക് പരിപാടികളുണ്ട്. ആ പരിപാടികളൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന കുറേ പരിപാടികളൊക്കെ കാർത്തിയുടെ കയ്യിൽ നൈസായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് സിനിമയിൽ കുറച്ച്, അതായത് നമ്മൾ മുമ്പ് കണ്ട കുറേ പരിപാടികളാണ്. ഒരു ക്യാരക്ടർ ചേഞ്ച് പെട്ടെന്ന് പുള്ളിക്കുണ്ടാവും. ഒരു MGRന്റെ ലെവലിലേക്ക് പുള്ളി മാറും. അത് ട്രെയിലറൊക്കെ കണ്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. MGRന്റെ ഒരു ലുക്കിലേക്ക് പുള്ളി വരുന്നു. പിന്നെ MGRന്റെ മാനറിസങ്ങളെ പുള്ളി ഇമിറ്റേറ്റ് ചെയ്യുന്നു. ആ ഒരു രീതിയിലേക്ക് കഥ മാറുന്നുണ്ട്. സോ അതൊക്കെ പുള്ളി അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്നും നമുക്കൊന്നും പറയില്ല. അത് നല്ലൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു ക്യാരക്ടർ ചേഞ്ച് സഡനായിട്ട് നടക്കുക, അതായത് നമ്മുടെ അന്യനും അമ്പിയും പറഞ്ഞ മാതിരി സഡനായിട്ട് 5 കൊല പണ്ടത് സാറായിട്ട് വെറുതെ കൊടുക്കുക സാർ ഇങ്ങനെ കാണിക്കുന്ന കുറേ പരിപാടികളല്ലോ. അതൊക്കെ കാർത്തിക് ചെയ്യുന്ന പോലത്തെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ നൈസായിട്ട് പുള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ കൃതിക ഷെട്ടി, പുള്ളിക്കാരുടെ ക്യാരക്ടർ വളരെ ചെറിയൊരു ക്യാരക്ടർ, സിമ്പിളായിട്ടുള്ളൊരു ക്യാരക്ടർ, അവരതിനെ വളരെ നൈസായിട്ട് തന്നെ ചെയ്ത് ഫലിപ്പിച്ചിട്ടുണ്ട്. കൂടുതലൊന്നും പറയില്ല, അവരത്രേ ഉള്ളൂ, അത്രയും പോർഷൻസ് അവർ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു മറ്റേ നമ്മുടെ ഈ ആത്മാക്കളൊക്കെ ആയിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു യൂട്യൂബർ എന്നൊക്കെയുള്ള രീതിയിൽ എന്നുള്ളൊരു പേരാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. കഥാപാത്രത്തിൻ്റെ പേര് എന്നാണ്. സോ ആ ഒരു ക്യാരക്ടർ അവർ നൈസായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓവറാക്കാതെ നൈസായിട്ട് അതിനെ കൈകാര്യം ചെയ്തു. പിന്നെ കരുണാകരൻ, സത്യരാജിൻ്റെ സഹോദരൻ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രാജ്കിരൺ. ഇതിനകത്ത് രാജ്കിരണിനെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് രാജ്കിരൺ പഴയ കാലത്ത് എന്തായിരുന്നു എന്നുള്ളത് അവിടുത്തുകാർക്കറിയാം. കാരണം പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഉള്ളവർക്ക്. രാജ്കിരണിൻ്റെ ഒരു മാസീവ് അപ്പിയറൻസ് ഒക്കെ നമ്മുടെ മുനി പോലെയുള്ള സിനിമയിനകത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പുള്ളിയുടെ ഒരു ഇടി എന്ന് പറഞ്ഞാൽ ഒരു പഞ്ച് അങ്ങനെയാണ്. പുള്ളിയുടെ ഒരു അപ്പിയറൻസിന് പറ്റിയൊരു സാധനമൊക്കെ പുള്ളിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ സണ്ട കോഴി ഇങ്ങനെയൊക്കെയുള്ള പടത്തിനകത്തൊക്കെ പുള്ളി ഉണ്ട്. അതൊക്കെ നൈസാണ്. പുള്ളി ചെയ്യുന്നത് നമുക്ക് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെടും. പുള്ളിയുടെ അടുത്തൊരു സ്നേഹം തോന്നും നമുക്ക്. പക്ഷേ ഇതിനകത്തോട്ട് കൊണ്ടുവന്നിട്ട് പുള്ളിയെ ചെറുപ്പക്കാരനാക്കുന്ന ഒരു പരിപാടിയുണ്ട്, DHG ചെയ്തിട്ട്. അത് വേണ്ടായിരുന്നു. പുള്ളിയുടെ മുഖമൊക്കെ മറ്റേ ഇസ്തിരി ഇട്ട മാതിരി ചെയ്തു വെച്ച് പുള്ളിയുടെ പുള്ളിക്ക് ഒന്നാമത് ഒരു ഏജിൻ്റെ കുറേ പ്രശ്നങ്ങൾ പുള്ളിയെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പുള്ളി ഇനി ചെറുപ്പക്കാരനും കൂടെ ആക്കി കുട്ടിത്തം പിടിച്ചൊരു മുഖമൊക്കെ കാണിക്കുന്ന ഒരു പരിപാടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് ചെയ്യുന്ന വലിയൊരു ചതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരനെയൊക്കെ ഇങ്ങനെ ഒരു കോമഡി പീസാക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. പുള്ളിക്ക് പകരം വേറെ ആരെങ്കിലും കൊടുക്കാം, വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കാം. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സിനിമയല്ലേ, നമുക്കതൊക്കെ അക്സെപ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പണ്ട് എത്രയോ സിനിമകളിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നു. അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഇത് DHG ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ഫേസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരുമാതിരി ഇസ്തിരിപ്പെട്ടി മാതിരി ഇങ്ങനെ തേച്ച് മിനുക്കി തിളക്കുന്ന മുഖമൊക്കെ ആക്കി വെച്ചിട്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. പുള്ളി അത് അർഹിക്കുന്നില്ല. പുള്ളി അങ്ങനെ ചെയ്ത് മോശമാക്കരുത്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യരാജിൻ്റെ ക്യാരക്ടർ തുടക്കത്തിൽ നല്ലൊരു വില്ലൻ ബിൽഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ആ ഒരു ക്യാരക്ടർ ഒന്നും ഇല്ലാതാക്കുന്ന ഒരു രീതിയിലേക്ക് മാറിപ്പോയി. ഇവരെല്ലാവരും അവരവരുടെ ക്യാരക്ടേഴ്സ് നൈസായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല. പറയാനുള്ളത് സ്ക്രിപ്റ്റിനകത്താണ്. നല്ലൊരു കോണ്ടന്റ്, അതായത് MGRന്റെ ഒരു
വീണ്ടും ഒരു പുനർജനം അല്ലെങ്കിൽ MGR വീണ്ടും റിക്രിയേറ്റ് ചെയ്യപ്പെടുന്നു വേറൊരാളിലൂടെ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഭയങ്കര നൈസ് ഒരു കൺസെപ്റ്റാണ്. ആ ഒരു കൺസെപ്റ്റിനെ എടുത്തു വെച്ചിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ട് പഴകിയ കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാവീരൻ, അതുപോലെ തന്നെ പഴയ കുറേ സിനിമകൾ, ഇപ്പോൾ വേലായുധം, അന്യൻ 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 വിട്ടുകളാൻ പറ്റില്ല, അന്യനാണ് മെയിൻ. അങ്ങനെ അന്യൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ പടങ്ങളുടെ അവിടുന്ന് ഇവിടുന്ന് ഇല്ലാത്ത കുറേ പരിപാടികൾ എടുത്ത് വെക്കും. അതായത് ക്യാരക്ടറിനെ പെട്ടെന്ന് സഡനായിട്ടൊരു ചേഞ്ച് വരുമ്പോൾ അയാൾക്കുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ ഈ സിനിമയിൽ മെയിനായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കാർത്തി നൈസായിട്ട് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്ലസ് പോയിന്റ്. അതും കൂടെ എവിടെയെങ്കിലും പാളിപ്പ് വരുന്നെങ്കിൽ പാട്ടം വധമായന, അന്യായവധമായി പോയന. അതിനേക്കാളും നല്ല രീതിയിൽ കാർത്തി അത് കൈകാര്യം ചെയ്തതുകൊണ്ട് തന്നെ ആ പടം വർക്കാവുന്നുണ്ട് പലയിടങ്ങളിലും. ഫസ്റ്റ് ഹാഫിനകത്ത് തന്നെ കാർത്തി കുറേ കാര്യങ്ങൾ ഫുൾ ആൻഡ് ഫുൾ കയ്യിൽ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് പുള്ളിയുടെ ടോട്ടൽ ചേഞ്ച് വരുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന കുറേ പരിപാടികൾ നൈസായിട്ട് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കഥയിൽ ഗ്രിപ്പ്, അതായത് ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ പറ്റുന്നൊരു സാധനം കഥയിലില്ല. ഒരു നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കോർ, ഇപ്പോൾ ഒരു പോലീസുകാരനായിട്ട് വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആ പോലീസുകാരനെ ഒപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒപ്പോണൻറ്റോ അല്ലെങ്കിൽ അയാൾക്ക് എത്തേണ്ട ഒരു എയിമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടിയിട്ട് പാകത്തിനുള്ളൊരു സാധനം അവിടെ ബിൽഡ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് കണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചുമ്മാ ഓടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, നമ്മളിങ്ങനെ ചുമ്മാ കുറേ നേരം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഫീൽ വരും. എൻഗേജ് ചെയ്യിപ്പിക്കുന്നില്ല ഓഡിയൻസിനെ. അപ്പോൾ തുടക്കത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളൊരു പരിപാടി പിടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ആ ഇൻവെസ്റ്റിഗേഷൻ വേറൊരു തലത്തിലേക്ക് മാറിയിട്ട് പിന്നെ അങ്ങ് ഫ്ലാറ്റ് ആവുകയാണ് സ്റ്റോറി. ആ ഫ്ലാറ്റ്, സത്യം പറയാം, ആ ഫ്ലാറ്റ് ആവുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് അങ്ങോട്ട് വർക്കാവില്ല. അതാണ് പടത്തിനകത്ത് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു മെയിൻ സാധനം. അത് ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടെ ഒന്ന് റീവർക്ക് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഭയങ്കര നൈസ് ആവേണ്ട ഒരു സാധനമാണ്. പിന്നെ ഇതിനകത്തൊരു ഫൺ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സാധനങ്ങളുണ്ട്, കുറേ ഫൺ എലമെൻറ്റ്സ്, കുറേ പരിപാടികളുണ്ട്. ഫസ്റ്റ് ഹാഫിനകത്താണെങ്കിലും അതിനകത്ത് സത്യരാജിൻ്റെ സഹോദരനായിട്ടുള്ള പുള്ളിക്കാരൻ മരിപ്പ് വീട്ടിൽ, ഒരു മരണ വീട്ടിൽ വന്നിട്ട് കാണിക്കുന്ന കുറേ പരിപാടിയുണ്ട്. അതൊക്കെ ഭയങ്കര നൈസായിരുന്നു. അതൊക്കെ രസമുള്ളത്, നമുക്ക് വർക്കാവും ആ സാധനങ്ങളൊക്കെ. സെക്കൻഡ് ഹാഫിലും കുറേ നല്ല സീനുകളും പരിപാടികളും ഉണ്ട്. പക്ഷേ അവർ ഗ്രിപ്പില്ലാത്തതുകൊണ്ട് അത് സംഭവിച്ചല്ലേ, ഓക്കെ ശരി നടക്കട്ടെ, ബാക്കി കാണിക്കും എന്ന് പറയുന്ന ഒരു ടോണിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു കളഞ്ഞു. അതാണ് എനിക്ക് തോന്നിയൊരു നെഗറ്റീവ്. പിന്നെ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഇതിനകത്തില്ല. വലിയ കഥയോ വലിയ സംഭവങ്ങളോ ഒന്നുമില്ല. ഒരു നോർമൽ ഒരു ത്രെഡിൽ നമ്മളെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ആ ഒരു സാധനത്തിനകത്ത് നിർത്തി ചെയ്യുന്ന കുറേ പരിപാടികൾ. ഇങ്ങനെയൊക്കെയുള്ളൊരു പരിപാടി മാത്രമാണ് സിനിമയ്ക്കകത്ത് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും നമുക്ക് കുറ്റം പറയാനില്ല. സിനിമയുടെ ലെങ്ത് തന്നെ ഭയങ്കര കുറവാണ്. 2 മണിക്കൂർ 10 മിനിറ്റിനകത്തേ ഉള്ളൂ പടം. അതിനകത്ത് കുറച്ചുകൂടെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ വേറെ ലെവലെത്തിയേനെ. വേറെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലെത്തിക്കാൻ പറ്റിയ കണ്ടന്റും ആക്ടേഴ്സും സിറ്റുവേഷൻസും എല്ലാം അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്ന് റീവർക്ക് ചെയ്തിരുന്നെങ്കിൽ പടം വേറെ ലെവലിലെത്തേണ്ട സാധനമായിരുന്നു. സോ എന്നിരുന്നാൽ പോലും സിനിമ ഭയങ്കര മോശമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കണ്ട് ചിരിച്ച് കുറച്ച് സ്മൂഫ് പരിപാടികളും ലോജിക്കില്ലാത്ത കുറേ പരിപാടികളും ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സിനിമ. അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും പറയാനില്ല. ഒരു വൺ ടൈം വാച്ചിന് പറ്റിയ ഒരു ആവറേജ് ഫ്ലിക്ക് എന്നുള്ളതിനപ്പുറത്തേക്ക് സിനിമയിൽ കൂടുതലൊന്നും പുതിയ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നില്ല, പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. ക്ലൈമാക്സ് ഒക്കെ അടിച്ചു നൂത്ത് പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർത്ത പോലെ ഒരു ഫീലാണ് വന്നത്. കുറച്ചുകൂടെ ടൈം എടുത്താൽ ശരിയാവില്ല. വേണ്ട അല്ല, അത്രയും ചെയ്തതിനകത്ത് തന്നെ ആ ക്ലൈമാക്സ് കുറച്ചുകൂടെ ആലോചിച്ച് നൈസായിട്ട് കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ നൈസായിരുന്നു. പിന്നെ അതിനകത്തൊരു ആരംഭം എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനി വല്ല പാർട്ട് 2 പരിപാടിയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ പറയുന്ന കണക്ക് ഇന്ത്യൻ ട്യൂണിനകത്ത് കണക്കൊക്കെ കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. പിന്നെ ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടൊരു മെയിൻ ഡയലോഗാണ് സട്ടം തൻ കടമൈ ചെയ്യും എന്ന് പറയുന്ന പോലത്തെ സാധനം ഉണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളൊക്കെ കൂടെ ചേർത്തിട്ട് കൊണ്ടുപോകുന്ന ഒരു ചെറിയൊരു പടമാണ് വാവാത്തിയാർ. സോ ഒരു ആവറേജ് ഫ്ലിക്ക് എന്നുള്ളതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും പറയാനില്ലാത്ത ഒരു ചെറിയ പടം. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. ഇൻഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3 out of 5 ആണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ സൈഡിലേക്കൊന്ന് സ്വൈപ്പ് ചെയ്താൽ ഈ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി വന്നിട്ടുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ഈ ചെറിയ ചാനലുകൾക്കൊക്കെ ഒരു സപ്പോർട്ട് തരാൻ പറ്റുന്നൊരു പരിപാടിയാണത്. നിങ്ങളെ കൊണ്ടാവുമെങ്കിൽ നിങ്ങളും കൂടെ അതും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.